ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്ന് ഓൾ കേരള ട്യൂട്ടോറിയൽ മാനേജ്മെന്റ് അസോസിയേഷൻ. ഓൺലൈൻ ക്ലാസ്സുകാരും യൂട്യൂബുകാരുമാണ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ. തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും AKTMA വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നിലുണ്ടെന്ന ആരോപണത്തിലാണ് മന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ഓൾ കേരള ട്യൂഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ രംഗത്തെത്തിയത്. നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുക എന്നതിനപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷണം വേണം. കുറ്റക്കാരെ കണ്ടെത്തണം. ചോദ്യപേപ്പറുകൾ ചോർന്നതിൽ പങ്ക് യൂട്യൂബർമാർക്കും ഓൺലൈൻ ക്ലാസ്സുകാർക്കാണെന്ന് AKTMA കുറ്റപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നത് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു സമാന്തരമായ രീതിയിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന രീതിയിൽ ഒരു സംവിധാനം വളർന്നു വരുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. സർക്കാർ നടത്തുന്ന സകല വിദ്യാഭ്യാസ പരിപാടികളിലും ഓൺലൈൻ ക്ലാസ്സുകാരാണ് പരസ്യം നൽകുന്നത്. ഇതിലൂടെ കുട്ടികളുടെ വ്യക്തി വിവരങ്ങളും ഫോൺ നമ്പറുകളും ശേഖരിക്കപ്പെടുകയും വലിയൊരു വിദ്യാഭ്യാസ മാഫിയായി മാറുകയും ചെയ്യുന്നതായും ഇവർ കുറ്റപ്പെടുത്തി. സർക്കാർ അധ്യാപകരായി പ്രവർത്തിക്കുന്ന ഒരാൾ പോലും സംഘടനയിലോ സംഘടനയുടെ ഭാഗമായിട്ടോ പ്രവർത്തിക്കുന്നില്ല എന്നും ആൾ കേരള ട്യൂഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം.